എല്ലാം കരിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞേ ഉള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞു. കരുനാക്കാണോ എലിക്കുട്ടി? ബാ പോകാം, ചക്ക പറിക്കാം. അല്ല, അപ്പുറത്തെ അങ്ങേറ്റത്ത് കിടക്കണം, അവിടെ കിടക്കണം. അതിന് വലിയ തൊട്ടി വേണം പറിക്കണമെങ്കിൽ. ആ തേങ്ങയോ? ഇല്ലെന്നേ, ചക്ക പറിക്കാനാ. അമ്മയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് ചക്ക വലിയ കേമുണ്ട്. പിന്നെ എന്നിട്ട് എള്ള പ്ലാവെല്ലാം എണ്ണുന്നത് എന്തിനാ? ചക്ക എണ്ണൂല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ചക്ക ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. കച്ചി കുറെ കൂട്ടിട്ടുണ്ടല്ലോ. ആ, കച്ചി പശുവിന് കൊടുക്കണ്ടേ? പൊങ്ങല്ലോ ആനയൊക്കെ അല്ലേ. ഈ പൊങ്ങല്ലി അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണ്ടായിരുന്നു. ഭയങ്കര പുഴുവാ ഇപ്പം. അവിടെ ഒരു പ്ലാവ്, ആ പേര് നല്ല പേര്. ആ പേര നല്ല പെരയാന്ന്. ഇങ്ങോട്ടാ? അങ്ങോട്ട് വരുവാ. ഇങ്ങോട്ട് ചക്ക പറിക്കാൻ. അമ്മ പറിക്കുവോ? അമ്മ പറിക്കുവോന്ന് അല്ലേ? നമ്മുടെ വാളിപ്ലാവ്, അവിടെ നിന്ന് മരപ്ലാവ് അല്ലേ? അവിടെ മൂലൊരു പ്ലാവില്ലായിരുന്നു, നമുക്ക് 2 പ്ലാവില്ലായിരുന്നു. അവിടെ ഒരു സാവുവിൻ്റെ വീടിൻ്റെ അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. വാളിപ്ലാവ്, മരപ്ലാവ് ഇവിടെയല്ലായിരുന്നു. മരപ്ലാവോ? ആ, മരപ്ലാവ് നമ്മുടെ ഇവിടെയല്ലായിരുന്നു. അതേതൊക്കെ പറിച്ചോണ്ടാ മതി. അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞില്ലേ? ഇനി ഇങ്ങനെ പിടിക്കാനാ? എല്ലാം പോയാ? അതെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞില്ലേ? വെട്ടിക്കൊടുത്തില്ല. അവിടെ നിന്ന് 2 പ്ലാവ് ഉണ്ടായിരുന്നു. അതൊക്കെ അതേ കടന്ന് ചെയ്ഞ്ഞ് പോയി കാണും. അല്ലാതെ പ്ലാവ് വെട്ടിക്കളഞ്ഞില്ലേ നമ്മൾ? പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പം ഇതല്ലേ ഉള്ളൂ. ഇത് നല്ലതാക്കിയല്ലേ? നമുക്ക് പോകാം. പുറത്തിറങ്ങിയ ഉടനെ വരെ നമുക്ക് പോകാൻ എന്നതാണോ? ബാ, എന്നാ കുഞ്ഞിപ്പശു, 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 കുഞ്ഞിപ്പശു. അതും ഒരു വീട്, അതും ഒരു വീട്. 2 വീട് പണിതിട്ടുണ്ട്. ഇനിയും വരും വീടൊക്കെ അവിടെ. എവിടെ? ആ പറമ്പിലൊക്കെ. അതെല്ലാം വിറ്റില്ലേ? കൂടി കൂടി വരും. കുഞ്ഞിപ്പശു പൊടിയെല്ലാം പറപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. കണ്ടോ? മഴക്കാറൊക്കെ ഉള്ളു, ഇവിടെ മഴയില്ല. കുറെ നാളായി മഴക്കാറ് തുടങ്ങിയിട്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല. മഴയൊക്കെ എങ്ങോട്ടോ പോകും. മുഴുവൻ കാപ്പി. അമ്മ മഴക്കാറ് കാണുമ്പോഴേ തുടങ്ങിയല്ലേ മഴക്കാറാന്ന് പറഞ്ഞു. കുഞ്ഞിപ്പശു ഇവിടെ കിടന്ന വായമ്പയാണ്. മഴക്കാറുണ്ട്. അമ്മ പറഞ്ഞാൽ ഇവിടെ നല്ല മഴക്കാറാണ് കേട്ടോ. മഴ പൊടോടെ വെക്കുന്നുണ്ട്. ആ, അവളെ തീറ്റ കഴിഞ്ഞ് നിൽക്കുക. ഇപ്പം നമ്മൾ ഈ പ്ലാവേലെ ചക്കയാണ് ഏറ്റവും മധുരമുള്ള ചക്ക. ഇതിലാണ് ഇത്. മഴ പിടിച്ച് കഴിഞ്ഞാൽ കുളിയല്ല കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കുരു മുഴുവൻ ഇതാവും, കിളുക്കാൻ തുടങ്ങും. അപ്പോൾ അതിനകത്ത് കൊള്ളത്തില്ല. ഇപ്പോൾ അതേ കുറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. അതേ കുറക്കാമ്പുണ്ടായിരുന്നു, അതെല്ലാം പോയതാണ്. ഇല്ല, അത് നേരെ ഇങ്ങോട്ട് ചക്ക മുറിച്ച് വെച്ചപ്പോൾ ഇങ്ങനെ പോരില്ലേ? ആണോ? അവൾ മിണ്ടിയല്ല, അവൾ കരയല്ല. വെള്ളം വേണമെങ്കിൽ അവൾ കരയല്ല. അവൾ കരയാതെ അങ്ങ് നിൽക്കുകയുള്ളൂ. അവൾ വെള്ളത്തിന് വേണമെന്ന് കരയല്ല, ചുമ്മാ നിൽക്കുകയുള്ളൂ. തീറ്റ കൊടുത്തില്ലെങ്കിൽ മാത്രമേ അവൾ കിടന്ന് കരയുള്ളൂ. എന്നാലും അധികം കരയല്ല. ആ, തീറ്റ കൊടുത്തില്ലെങ്കിൽ അവൾ കരയും. വെള്ളത്തിന് അവൾക്ക് കരച്ചിലൊന്നുമില്ല. വെള്ളം നമുക്ക് നിർബന്ധമൊന്നുമില്ല. അവളിങ്ങനെ കിടന്നുള്ള ആക്ഷൻ കാണിക്കുകയുള്ളൂ, വെള്ളം വേണമെന്ന് പറഞ്ഞ്. അതാണ് അവളുടെ കുഴപ്പം. ഏതിനകത്തെയാ? ആ, അതെല്ലാം വെട്ടിക്കളഞ്ഞ റവറെല്ലാം വെട്ടിക്കളഞ്ഞവർ. അവർ വെട്ടിക്കളഞ്ഞു. ആ, ഉടക്കാർ തന്നെ വെട്ടിക്കളഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ചക്ക എന്ന് പറഞ്ഞാൽ താമസിച്ച് ഉണ്ടാകുന്ന ചക്ക ഇതാണ് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നത്. രണ്ടും വാർക്കയാണ്. അത് ഓടിട്ടിരിക്കുന്ന വാർക്കയുടെ മുകളിൽ, വാർക്കയുടെ മുകളിൽ ഓടിട്ടിരിക്കുന്ന അത് ആ വീട് വാർക്കയുടെ മുകളിൽ ഓടിട്ടിരിക്കുന്നു. ഇത് വാർത്ത് വെച്ചിരിക്കുന്നു. പറമ്പെല്ലാം വെട്ടിക്കളഞ്ഞു. അതെല്ലാം വീട് പണിയാനായിട്ട് വിൽക്കാനിട്ടിരിക്കുന്നല്ലേ? വീട് വിൽക്കാനിട്ടിരിക്കുന്നല്ലേ? വീട് പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. ആ, മരമെല്ലാം വെട്ടിക്കളഞ്ഞവർ. അവിടെ മരമൊന്നുമില്ല. പണ്ട് ഇഷ്ടംപോലെ പ്ലാവും ഒക്കെ ഉണ്ടായിരുന്ന, റബ്ബറും പ്ലാവും മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന. അത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്നല്ലേ? കുഞ്ഞിപ്പശുവിന് വെള്ളം പോരാ. വെള്ളം കുടിച്ചില്ലേ രാവിലെ? ചക്കയുടെ കൊണ്ട് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാതെ ഇങ്ങനെ പോരും. ഒറ്റ ഓട്ടം ഓടിയതാ. ആ, രുചിയില്ല. അതിന് രുചിയില്ല, അതാണ്. അല്ല, അവള് രാവിലെ പച്ചവെള്ളം കുടിക്കുന്ന. രാവിലെ പച്ചവെള്ളം കുടിക്കും. ഒരു നേരം കുടിക്കുള്ളൂ. ഒരു നേരം കുടിക്കുള്ളൂ. 2 നേരം കുടിക്കില്ല. ആ, അതായിരിക്കും. അതൊക്കെ നമ്മൾ ഈ പ്ലാവിൻ്റെ മുകളിൽ 2 ചക്കയുണ്ട്. 3-4 ഉണ്ട്. അതിനകത്ത് ഇപ്പം മൂത്തത് നോക്കി 2 പറിക്കാൻ വേണ്ടി പോകണേ. അപ്പം അമ്മ ചക്ക പറിക്കണമെന്ന് കണ്ടിട്ട്
ഇറങ്ങി വന്നതാണ്. അപ്പം അമ്മനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പോകുന്ന പറമ്പിൽ കൂടെ നടത്തും വർത്താനൊക്കെ പറയട്ടെന്ന് വെച്ച്. ഈ അതിരി വഴി നിന്ന് വെച്ചിൻ്റെ ആ പുല്ല് പോതെയൊക്കെ ഇതാരാ ഈ കയറൊക്കെ ജോമോൻ എടുത്തു തരുന്നേ? എല്ലാം കരിഞ്ഞു പോയി കേട്ടോ. കയറൊക്കെ എടുത്തു തരുന്നത് എങ്ങനെയാ? അതെ, ചക്ക പറിക്കാൻ പോവാ. ഇല്ല വരത്തില്ല, അവളൊന്നും ചെയ്യത്തില്ല. അമ്മ അവളെ പിടിച്ച് കയറ്റുന്നതല്ലേ, ഞങ്ങളെ കാണാതെ പോയി. ചക്ക പറിക്കുക. പഴമാണോ? എല്ലാവരെയൊക്കെ ഉള്ളോ? ഇല്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഏണിയൊക്കെ ഏച്ച് കേട്ടോ, തേച്ച് കാണാം. നല്ല പറ്റുള്ളൂ. വീടായി അതൊക്കെ പുതിയ ആൾക്കാർ വന്ന് താമസിക്കുന്ന അമ്മേ. നല്ല കണ്ട വീടാണ്. അതൊക്കെ ഭയങ്കര ലക്ഷങ്ങൾ മുടക്കിയ വീടാ. ആ വീട് അത്രയും കൊണ്ട് പറ്റിയല്ല. ഇത് അല്ലേ? അതുമൊക്കെ ഇതുപോലെ വന്ന് താമസിക്കുന്നവരാ. അവരവർക്കുള്ളത് കൊണ്ടല്ലേ പണിയാൻ പറ്റുള്ളൂ. പൈസ കയ്യിലുണ്ടല്ലേ പറ്റുള്ളൂ. അതെ, അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് പണിയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ പൈസ അതുപോലെ ജോലി വേണം, നല്ല ജോലി വേണം. ഉള്ളവരായിരിക്കും. അല്ല ചുമ്മാ ലോൺ എടുത്തൊക്കെ വീട് പണിയാൻ പറ്റുമോ? ഒരു മാസം എത്ര രൂപ കിട്ടുമെന്നൊക്കെ. അതുകൊണ്ട് അവിടുന്ന് ഒരു പെണ്ണ് ഇങ്ങോട്ട് ഇറങ്ങി പറ്റും. പെണ്ണോ? ഞാൻ കണ്ടില്ലല്ലോ. അതാണ് ശരിയാണല്ലോ. അതാണോ കണ്ണറിയത്തില്ലെന്ന് പറഞ്ഞത്? ഇതാണോ കണ്ണറിയത്തില്ലെന്ന് പറഞ്ഞത്? എന്റെ ദൈവമേ, ഞാൻ കണ്ടില്ല. അത് അവിടെ ആ പുതിയ വീട്ടിൽ ഞാൻ കണ്ടില്ല. തൊട്ടില്ല, കൂട്ടില്ല, നാലിക്കൂട്ടല്ല കേട്ടോ. അങ്ങോട്ട് കെട്ടിയേക്കായിരുന്നു. അവള് പറഞ്ഞത് ഭയങ്കര അതുകൊണ്ടാ കെട്ടാന്നല്ല. അത് വലത്ത് കിടക്കുമോ വല്ലതൊക്കെ ഇച്ചിരി തീറ്റ വല്ലതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അവിടെ 2, 3, 4 ആനയാ ഒന്നിച്ച് നിൽക്കണം. ഇടി കുലുങ്ങുന്നുണ്ടല്ലോ. ദൈവമേ, ഇന്നൊന്ന് പെയ്തച്ചാൽ മതിയായിരുന്നു. അതൊന്ന് നോക്കണേ, മൂത്ത് കാണുന്നേ. മഴ പൊടുകൂടെ വെക്കുന്നുണ്ട്. മഴ പെയ്യുന്ന കാര്യം പറഞ്ഞു മഴ പൊടുകൂടെ വെക്കുന്നു. നോക്കണേ, ചവറൊക്കെ വെട്ടി മുറിച്ചിടാൻ മേലായിരുന്നു. അത് മൂത്തോ? ഈ ചക്ക പഴുപ്പിക്കാൻ വേണ്ടി കിട്ടിയിറക്കുവാണ്. കത്തിക്ക് ഭയങ്കര മൂർച്ചയായുണ്ട്, മുറിയുന്നില്ല. പതുക്കെ അതിനെ മൂർത്തി ഇറക്കുവാണ്. ഇതിനകം താഴെ വന്നു. ഇനി നമ്മൾ കിട്ടിയിറക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കയർ താഴെടുക്കുക. ആ 2 കിടക്കണില്ല, അത് മൂത്തതാ. അത് എത്തുവാ. അവിടെ മഴ, വലിയ മഴ വന്നു. അത് നാളെ പകലും മതിയായിരുന്നല്ലോ. ആ 2 കൂടെ വെട്ടിക്കോ. രാത്രി നടക്കണ്ട. ഇപ്പുറത്തെ വശത്ത് നിന്നിട്ടേ. അത് മതി. ഇനി അത് കെട്ടി ഇറക്കിക്കോ. ഞങ്ങൾ പോവാണേ. ഇവിടെ മഴയാ പറയുമ്പോ കേക്കണം. അനുസരണയില്ല. മഴ പെയ്യുന്നുണ്ട്. നമുക്ക് കയറി പോവാം. വാ, നല്ല തൊള്ളി കൂട്ടിയാ പെയ്തേച്ചാ മതിയായിരുന്നു. പറിച്ച് തീരുന്നതിന് മുമ്പേ മഴ പെയ്യെന്ന് പറഞ്ഞിരുന്നത് ഒറ്റ മഴ. എന്നാണേലും ഇതൊക്കെ നന്നായിട്ട് പെയ്താച്ചാൽ മതിയായിരുന്നു. ഇവിടെ നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് പറിക്കേണ്ട വന്നിട്ട് കയ്യിൽ ഇച്ചിരി തൊലി പോയില്ല, നീറുന്നുണ്ട്. എവിടെ ഇച്ചിരി പീച്ചി തൊലി പോയിട്ടുണ്ട്. നല്ല മഴ, സൂപ്പർ മഴ. അമ്മ മഴ കാണാൻ വന്നിരിക്കുമോ? എങ്ങനെയുണ്ട് മഴ? അത് വളർന്നോളും. മഴ പെയ്യാനിട്ട് വളരാത്തത്. മണവും പോലെ വളാക്കി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെയ്താച്ചാൽ മതിയായിരുന്നു. ആ തെങ്ങ് വെട്ടിക്കളയണത് എത്ര പ്രാവശ്യമായി അമ്മ പറയണമെന്നറിയാമോ? അതെന്തിനു വെച്ചിരിക്കുന്നതാ എനിക്കറിയത്തില്ല. ആർക്കറിയാം എന്തിനാന്ന്.
അതിലൂടെ വെച്ചിട്ട് ഇടണം. അത് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ജോമോനെ മനസ്സിലാകാത്തത്, ജോമോനോട് ഇഷ്ടമില്ലാത്തത്, അമ്മ പറഞ്ഞ അനുസരിക്കാത്തത് കൊണ്ടാണ് ജോമോൻ. അമ്മ പറയണ ഒന്നും ജോമോൻ അനുസരിക്കുകയല്ല അല്ലേ അമ്മേ? അങ്ങനെയാണോ അമ്മേ? അതല്ലേ ആ അതേന്ന് കണ്ട എല്ലാരും കേട്ടോ. അമ്മ പറയുന്നതൊന്നും ജോമോൻ അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ അമ്മയ്ക്ക് ജോമോനെ അറിയാത്തതും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതും. ഇപ്പം 3 നാളായിട്ട് ആ ഇനി തുടങ്ങി ചക്ക എണ്ണ. നമ്മൾ ചക്ക പറിച്ച് കൃത്യം മഴ പെയ്തില്ലേ? അല്ല, അമ്മ പുറത്തിറങ്ങിയപ്പോൾ മഴ പെയ്തതുണ്ടോ? അതാണ്. മഴ പെയ്ത കണ്ടോ ഒന്ന് ചൂടാ പോകുന്നത്. മഴ നല്ല സൂപ്പർ ആയിട്ട്. അറിയത്തില്ല. ആ അത് പോവാൻ തോന്നുന്നു. മഴ കുറഞ്ഞു വരുവാണ്. പുറത്തേക്ക് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ മുകളിൽ നിന്ന് വീഴുന്നുണ്ട്. പക്ഷേ വലിയ മഴക്കാർ പറയാനില്ല. താനും ശക്തമായ മഴക്കാർ പറയാനില്ല. അങ്ങനെ പറഞ്ഞ് തിരി കത്താം. ആ തിരി അവിടെ സ്വിച്ച് ഇടുന്ന അമ്മയല്ലേ എന്ന് സ്വിച്ച് ഇടുന്നേ? സ്വിച്ച് ഇട്ടാൽ മതി. സ്വിച്ച് ഒന്നാമത്തെ സ്വിച്ച് ഇട്ടാൽ മതി. അത് ഒന്നാമത്തെ സ്വിച്ചില്ലേ? ഒന്നാമത്തെ അമ്മയെ ഇട്ടുകൊണ്ടിരുന്നേ. ആ ഇപ്പോഴും ഇടുന്നായിരുന്നല്ലോ. എൻ്റെ കൈ നീറുന്നുണ്ട്. എവിടെയോ വിജയത്തിന് പോയിട്ടുണ്ട്. നമുക്ക് കുളിച്ചാലോ? എങ്ങനെ ഞാനല്ലേ കുളിപ്പിക്കുന്നത്? കുളിച്ചേക്കാം, വെള്ളം ചൂടാക്കാം. അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. നാളെ പകല് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇന്നലെ കുളിച്ചില്ല, ഇന്ന് കുളിക്കാം. അങ്ങനെയെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റേ. അതിനാ അതിന്റെ ആവശ്യമില്ല. ആ കുളിക്കേണ്ട പിന്നെ ആവശ്യമല്ലേ? അല്ലെ ചെളി പിടിക്കും ദേഹത്തല്ല, വേർപ്പ് നാറും, മണമാവും. നമ്മൾ പിന്നെ കുളിക്കുകയല്ലെന്നേ. ഇപ്പം കുളിച്ചേക്കാം. ഈ സമയത്താ കുളിപ്പിക്കണത്. അതാ പറഞ്ഞ ഇവിടുത്തെ മഴ ഇത്രയൊക്കെ ഉള്ളു. ചുമ്മാ മനുഷ്യനെ പുകയ്ക്കാൻ. കിഴക്ക് മുഴുവൻ മഴക്കാറാണ്, പക്ഷെ ഇന്ന് മഴയൊന്നും പെയ്യല്ല. പെയ്യും കുറേശ്ശെ അത് മതി. അത്യാവശ്യത്തിന് കിട്ടിയാൽ പോയി. ആ ഇത് കിട്ടിയിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു? ആ ഉള്ള വെള്ളം കൂടെ പറ്റിപ്പോയല്ലേ? അതല്ല, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും. എപ്പോഴും പ്ലാവേലും ചക്കയിലുമാ കണ്ണ്. ആ എത്ര ചക്ക അടക്കണത്. നമുക്ക് കുളിച്ചേക്കാം, കുളിക്കാം. തണുപ്പ് എവിടെ തണുപ്പ്? എനിക്കാണെങ്കിൽ ആവി എടുക്കുക. ഞാൻ കുളിച്ചോളാം. ഞാനെന്നും കുളിക്കുന്നുണ്ട്. അമ്മയെ കുളിക്കലാത്തത്. ആര്? ഞാൻ കുളിക്കണ്ടെന്നോ? ഞാനിപ്പം കുളിക്കണില്ല. ഇനി കുളിച്ചാൽ തലേ ഉണങ്ങിയല്ല നാളെ തുമ്മി. ആര്? അമ്മയെ തുമ്മണയും കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. കേട്ടിട്ടില്ല? ഇല്ലെന്നേ. കേട്ടിരുന്നിട്ടില്ല. അതുകൊണ്ടാ. എന്താന്ന് പറഞ്ഞ്? എന്നാ പറഞ്ഞേ? കേട്ടോണ്ടിരുന്നിട്ടില്ലെന്നേതാ? കേട്ടോണ്ടിരുന്നിട്ടില്ലെന്നോ? പിന്നെ തുമ്മല് നമുക്ക് എവിടെ നിന്നാലും, വീടിനകത്ത് എവിടെ നിന്നാലും കേൾക്കാൻ പറ്റും. ഒരാൾ തുമ്മിയാല് അമ്മ നുണ പറയുന്നതാ. കുളിക്കാം. അയ്യോ എന്നാത്തിനാ? ദേഹത്തെ ചെളി പോണം, മണം പോണം, എല്ലാം പോണ്ടേ? ഞാൻ നാളെ കുളിക്കണം. ആ ഇതാണ് കുഴപ്പം. വെയിലുള്ളപ്പം വെള്ളം ഏറെ ഒഴിച്ച് ആരൊഴിക്കും? തലയിൽ ആ മേത്തൊഴിക്കും. കോരിയെടുക്കും. ആ കോരി എവിടുന്ന് എടുക്കും? കിണറ്റീന്നാ? ആര്? പൈപ്പ് തിരിച്ചാ മതി. 3, 4, 5 ചക്കയുണ്ട്. ചക്കപ്പുഴുക്ക് തിന്നാൻ ഇഷ്ടാണോ? അല്ല ചക്കപ്പുഴുക്ക് തിന്നാൻ ഇഷ്ടാണോ? തിന്നും അല്ലേ? ആ എന്നാ തിന്നും? ഇച്ചിരല്ലേ തിന്നു. നല്ല മഴ പെയ്യട്ടാമേ. ചൂടൊക്കെ ഒന്ന് പോട്ടെ. പോതയൊക്കെ ഒന്ന് നനഞ്ഞ് കയറി വരട്ടെ. പശുവിന് കൊടുക്കണ്ടേ? പശു പ്രസവിക്കുമ്പം തീറ്റയൊന്നും ഇല്ലാതാവും. മഴ പെയ്യുവാണെങ്കിൽ തീറ്റയാവും. ഇതാരത്? വെള്ളം ഒഴിക്കാനുള്ള ഓവി കിണറിന്റെ അങ്ങോട്ട് വെള്ളം വിട്ടിട്ടില്ലേ? കിണറിന്റെ അങ്ങോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. കിണറിന്റെ അങ്ങോട്ട് മുകളിൽ വെള്ളേ കിടപ്പുറത്തു നിന്നുള്ള പൈപ്പിന് ഇവിടെ കിണറ്റിലോട്ട് വെള്ളം വിടുന്നുണ്ട്. പൈപ്പ് വഴി കിടപ്പുറത്ത് വീഴുന്ന വെള്ളം അത് കരിയിൽ അടക്കണ്ടോ നോക്കുമായിരുന്നു. ആ മുകളിൽ അമ്മയില്ലേ? കിണറിന്റെ അങ്ങോട്ടേ ഇല്ല. ഞാൻ പോയി ചക്ക വെട്ടാനൊക്കെ ഉണ്ട്. പോട്ടെ. അപ്പം മഴ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ആദ്യമായിട്ടൊരു മഴ കിട്ടുന്നതാണ്. വലിയ കുഴപ്പമില്ലാതെ മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് നിന്ന് നന്നായിട്ടൊന്ന് പെയ്ത് കിട്ടിയാൽ നമ്മുടെ കാര്യം രക്ഷപ്പെടും. നമ്മുടെ പോതയൊക്കെ ഒന്ന് രക്ഷപ്പെടും. നമ്മുടെ കുഞ്ഞിപ്പശുവിന് തീറ്റയാകും.
അവൾ പ്രസവിക്കുമ്പോഴത്തേനും അത്യാവശ്യം തീറ്റയാകും. നന്നായിട്ട് പെയ്തിട്ട് പിന്നെ ഉണങ്ങിയിട്ട് കാര്യമില്ല, എങ്കിലും നന്നായിട്ട് പെയ്തെങ്കിലും മുന്നോട്ട്. നമ്മുടെ കശുമാവേൽ പൂവ് അങ്ങനെ നിൽക്കുന്നു. അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മഴ പെയ്യിച്ചല്ലേ? അമ്മ പറഞ്ഞു പറഞ്ഞ് മഴ പെയ്യിച്ചെന്ന്. വണ്ടിയോ? വണ്ടി വഴിയാ പോട്ടെ. ചക്ക എണ്ണിക്കൊണ്ടിരിക്കുക അവിടെ. ഞാൻ പോവാ. ചക്കയെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ പോവാ കേട്ടാ. പുല്ലുമെല്ലാം പോയി. പുല്ലോ? പുല്ല് മഴ പെയ്യുമ്പോൾ ഉണ്ടാവുമല്ലേ? ആ പുല്ലൊക്കെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുമല്ലേ? ഇവിടെ പശുവിന് കൊടുക്കണ്ടേ? പുല്ലൊക്കെ ഉണ്ടാകട്ടെ. ആണോ അകത്തോട്ട് പോവാണോ? അകത്തോട്ട് പോവാണോ? ആ അകത്തോട്ടല്ലേ കിടക്കാത്ത? ആ പാല് മേടിക്കാനായിട്ടേ, സ്റ്റോറിൽ നിന്ന് പാല് മേടിക്കാനായിട്ടേ. സൊസൈറ്റിന്നോ? ആ ഇതിലാരാ പോണം? വിവാനോട് പോകാൻ. വിവാനോട് പോകാനേ മഴ കഴിഞ്ഞെന്ന് പറയുക ഇത്. അവനും പോയല്ലേ? അവൻ്റെ സ്വഭാവം പൊക്കോളും. അതൊക്കെ അതിൻ്റെ സമയമുണ്ട്. ഒരു സമയമുണ്ട്. ആ സമയത്തല്ലാതെ എന്തായാലും കിട്ടുകയില്ല. ആ അതിൻ്റെ സമയം ഇപ്പം അവർ പോയിട്ടുണ്ട്. അവൻ പൊക്കോളും. വർഷം തുമ്പേ അവൻ പൊക്കോളും. മഴ പോയല്ലോ. മഴ പോയി. മഴ പോകണോ? മഴയാ മഴ. മഴ പോയെന്ന്. മഴയോ? മഴ പോയോ? മഴ പോവും. മഴ സ്ഥിരം നിൽക്കുമോ? ആ മഴ സ്ഥിരം നിൽക്കുകയില്ല, ചെറുതായിട്ടേ പെയ്തുള്ളൂ. അപ്പം നമ്മുടെ മഴയുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും മഴക്കാറുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ പെയ്താൽ നല്ലതായിരുന്നു. അതുകൊണ്ട് ആവിയെല്ലാം പൊങ്ങാൻ തുടങ്ങി. ഇതിൽ കാര്യമായിട്ട് പെയ്തെന്ന് പറയാൻ പറ്റിയില്ല. നല്ല മഴയെന്ന് പറയാൻ പറ്റത്തില്ല. നാളെ ഭയങ്കര ചൂടാണ്. എല്ലാം കൂടെ ഉള്ളം കൂടെ കരിഞ്ഞു പോകും. ഉള്ള വാഴയെല്ലാം ഒടിഞ്ഞു പോകും. മഴക്കാറുണ്ട്, നന്നായിട്ടൊന്ന് പെയ്താൽ മതിയായിരുന്നു. ഏതാ ഇതോ? ആ ഇതിൽ ഇത്തവണ മുണങ്ങിയ കുറവാ. ജോമോള് ഇവിടെ നിന്ന് ചക്ക വെട്ടിക്കൊണ്ടിരിക്കുക. മഴയായിപ്പോലെ പുറത്ത് വെച്ച് വെട്ടായിരുന്നു. ഇത് സൗകര്യമില്ല, ഇടയില്ല, ഉണങ്ങി. ഈ ചക്ക സൗചട്ടായി കൊടുത്തേക്കാം. ഇവിടെ വാരിയിട്ടുള്ളൂ. അത് അടച്ചു വെച്ചാൽ കുറച്ചേ കൊടുത്തുള്ളൂ. ഞാൻ നാളെ കൊടുക്കാം. കച്ചി കുറച്ച് കൊടുക്കാം. രാവിലെ ചക്ക കൊടുത്തല്ലേ? എന്നാൽ കച്ചി കൊടുക്കും. കച്ചി കുറച്ചേ കൊടുത്തുള്ളൂ. കൂട്ടി കയറ്റാനത് അങ്ങോട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഒരിക്കലും ആ പാകത്തിന് കൊടുത്തൊരു ഇച്ചിരി കൂടെ അങ്ങോട്ട് കൊടുക്കും. നമ്മുടെ മഴക്കാറുണ്ട്. മഴ പെയ്താൽ മതിയായിരുന്നു. കുഞ്ഞിപ്പശു നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കച്ചി റോള് എടുത്ത് വെച്ച് കൊണ്ടിരിപ്പുണ്ട്. അത് കൂട്ട് കുഞ്ഞിപ്പശുവിന് കുറച്ച് കൊടുക്കണം. മൊത്തം അടിച്ച് കയറ്റിയിട്ട് ശ്വാസം മുട്ടി കിടന്നോണം കേട്ടോടി. ഇതാ ഈ റോള് കച്ചി നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. റോള് കച്ചിയാണിത്. ശക്തമായിട്ട് മഴ പെയ്തല്ലേ, ഇത്രയും വെള്ളമേ ഉള്ളൂ. നമ്മുടെ കിണർ റീചാർജ് കുളത്തിനകത്തേക്ക് വന്ന് വീണിട്ടുള്ളൂ. വെള്ളം വന്ന് വീണുകൊണ്ടിരിപ്പുണ്ട്, പക്ഷെ അത് വലിയ കാര്യമായിട്ടില്ല. ഇതിപ്പോൾ ഭൂമി നനയാനുള്ള വെള്ളം മാത്രമേ വന്നിട്ടുള്ളൂ. മുഴുവൻ പതഞ്ഞ് തോടി നിൽക്കുന്നുണ്ട്. വട്ടത്തിൽ മഴക്കാറുണ്ട്. ഒരു മഴ കടന്നായിട്ട് വീഴായിരുന്നു, അടിപൊളിയായിരുന്നു. ചക്ക ഒരുക്കാൻ വരാം. ചക്ക ഒരുക്കാൻ വരാൻ. ചക്ക ആ ഒരുക്കാൻ വരാൻ. ആ വെട്ടി വെച്ചിട്ടുണ്ട്, ഒരുക്കിയാൽ മതി. ഒരുക്കിട്ട് പുഴുങ്ങണ്ടേ? ആ നേരം വെളുത്താ? നേരമൊക്കെ വെളുക്കാൻ ഇനി കിടക്കുക സമയം. നേരം വെളുത്താൻ പറ്റിയില്ല. അവിടെയുണ്ട്, ജോമളുണ്ട്, ഞാനുണ്ട്. ആ വെയിറ്റ് വാ. ഏത് എവിടെ എന്നാ പറ്റി? ഇതിലൊന്നും പറ്റിയിട്ടില്ലല്ലോ. എവിടെ? അതൊന്നും പറ്റിയിട്ടില്ല. അതെല്ലാം പറ്റിയേക്കണം. വാ, അവിടെ ജോമോള് വിളിക്കുന്നുണ്ട്. ഏറ്റു വരാൻ. മഴ പിന്നെയും വരുന്നുണ്ട്. ഇടിയൊക്കെ കുടുങ്ങി മഴ പിന്നെയും വരുന്നുണ്ട്. നമ്മൾ പോയെന്നോർത്താ. നന്നായിട്ട് മഴ. ചക്ക ഒരുക്കാൻ. ചക്ക. ആ
ചക്ക ഇത് മാത്രം ഇതന്നെ. കാണാൻ മാത്രം ചെയ്താൽ മതിയോ തിന്നണ്ടേ? അത് നാളത്തെ നാളെ തന്നെ പറ്റില്ല. വൈകുന്നേരം നാളെ പുള്ളിയാ മതി. ആ അപ്പോൾ നമ്മുടെ അടുത്ത മഴ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗുരുത്തം പോലെ നല്ലതായിട്ടൊരു മഴ പെയ്യുവാൻ തോന്നുന്നു. ഇടിയൊക്കെ കുടുങ്ങിയായിരുന്നു. ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് പെയ്യുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ പോത, നമ്മുടെ കുഞ്ഞിപ്പശുവിൻ്റെ തീറ്റയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അത് ഇന്ന് റെഡിയാവും തോന്നുന്നു. ഏതെങ്കിലും ഇത്തണവേ എന്ന് വെച്ചൊരു സോങ് ആണ്. നിന്ന് പെയ്താൽ മതിയായിരുന്നു. എലിക്കുട്ടി ഉണ്ട്, ചക്ക ഒരുക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. എലിക്കുട്ടി ഇടയ്ക്ക് വിളിക്കുന്നതല്ലേ? അമ്മയുടെ പേരാ മകൻ വിളിക്കുന്നത്. ഞാൻ മരുമകളല്ലേ? അതിനാ മരുമകളാണ് അധികമായിട്ട് പേര് വിളിക്കണ്ട അല്ലേ? മരുമകളെ അമ്മയെന്ന് വിളിക്കണ്ട അല്ലേ? അല്ലല്ല വഴക്ക് കൂടുതലുണ്ടാവണേ. പേര് വിളിക്കണം. പേര് വിളിക്കുന്നുണ്ട്. പേരല്ലേ? പേരല്ലേ വിളിക്കണ്ടേ? പേരെ വിളിക്കണ്ടേ? എന്നോട് പറഞ്ഞായിരുന്നു. നമ്മളിവിടെയല്ലേ? എന്റെ അമ്മേനെ ആനിക്കുട്ടിന്ന് വിളിക്കും. വിവീന വിളിക്കുന്ന ആനിക്കുട്ടിന്ന് ഇടയ്ക്ക്. ആനിയമ്മേന്നും വിളിക്കും. അല്ല, നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ അമ്മ അപ്പ എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും അവര് അല്ല, ഇപ്പൊ ഞാൻ എപ്പോഴും വിളിക്കാൻ അമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മയില്ലാതായ പിന്നെ പേര് വിളിച്ചത്. അതിന് മുമ്പൊന്നും ഞാൻ അമ്മേന്നാ വിളിച്ചോണ്ടിരുന്നത്. പേരൊന്നും ഞാൻ വിളിക്കത്തില്ല. നിങ്ങൾ അങ്ങനെയൊന്ന് തെറ്റിദ്ധരിച്ചേക്കെടുത്തോട്ടാ. അന്നേരം ഞാൻ പേര് അമ്മേന്നാ വിളിച്ചോണ്ടിരുന്നത്. പേര് വിളിക്കത്തില്ലായിരുന്നു. അന്നേരം എലിക്കുട്ടിന്നെങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ വിധം മാറിയായിരുന്നു. ഞാനൊന്നും പറയല, പാവാണ്. ആരും മക്കളാരെങ്കിലും പേര് കൊടുക്കുന്നത് വെച്ചാൽ എന്നാ കുഴപ്പം? അതൊന്നും ലോകത്തില്ലാത്ത കാര്യം. ഉണങ്ങി വരണ്ട കേട്ടോ ഇരിക്കണ ഈ ചക്ക. പിന്നെ അത് നല്ല വെയിലല്ലായിരുന്നു, വേനലായിരുന്നു. കുക്കറിനകത്ത് കഴിക്കണം. പ്ലാവിന് വെള്ളമില്ലെന്നേ. വെള്ളം കിട്ടുന്നില്ല. അതന്നെ മുഴുവൻ ഈ വറക്കാൻ നല്ലതായിരിക്കും അല്ലേ? തൊലികട്ടി കുറവല്ലേ? ഉണങ്ങി വരണ്ട പോലെ ഇരിക്കുന്നോണ്ട്. പക്ഷെ അത് കട്ടി കുറവാ, ചുളക്കട്ടി കുറവല്ലേ? ചുളക്കട്ടിയുള്ളതല്ലേ വറക്കാൻ നല്ലതല്ലേ? എന്നാ എനിക്ക് തോന്നേ വറുത്തിട്ടുള്ളവരെ അഭിപ്രായം പറയട്ടെ. ചുളക്കട്ടിയുള്ള ചക്ക ആണോ? ചെറുതില്ല. ഇത് നമ്മൾ വറുത്ത് നോക്കിയിട്ടുണ്ടോ? എനിക്ക് വറവല് പൊരുമ എനിക്ക് ഇഷ്ടമില്ല. ഇവീനെ ഉണ്ടായി പിന്നെ ഇപ്പൊ നിർബന്ധിക്കാൻ വറക്കുന്നു. അവൾക്ക് അങ്ങനത്തെ പോലെ. അവള് ചകിണിയൊക്കെ പോയി വറക്കിയല്ലായിരുന്നു. അവള് ഈ ഓരോന്നൊക്കെ കണ്ടിട്ട് വന്ന് ചകിണിയൊക്കെ വറുത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിടിക്കുക. കൊണ്ടുവരും കുറെ മുളകും മഞ്ഞപ്പൊടിയൊക്കെ. ചെറുപ്പത്തിലെയൊക്കെ ചെയ്ത് പഠിച്ചതല്ലേ. വണ്ടി പോട്ടെ, മഴ പെയ്തോണ്ടിരിക്കുവല്ലേ. ചക്കക്കുരുമാങ്ങ വെക്കണം, മുരിഞ്ഞക്കോലും കൂടെ ഇട്ടിട്ട്. അമ്മ സൂപ്പറായിട്ട് ചക്കക്കുരു വാങ്ങാൻ പോകുമായിരുന്നു അല്ലേ? നല്ല മഴ പെയ്തല്ലേ കാര്യമുള്ളൂ. അതെ, ഭൂമി നനയണം നന്ന പോലെ. എല്ലാം നാളെ ഒരു പച്ചപ്പാകണം. കരിഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് എണീറ്റ് വരണം. നിങ്ങൾക്ക് മഴ പെയ്യാന്ന് പേര് മാത്രം പറഞ്ഞിട്ട് കാര്യമാണ്. അമ്മയിന്ന് പ്ലാൻ ചോട്ടി വരെ പോയതേ ഉള്ളൂ, മഴ പെയ്ത് കഴിഞ്ഞു. അന്നത്തെ ഇറങ്ങി പറഞ്ഞു അതുവരെ ഇവിടെ ഇരുന്ന് മഴ പെയ്യാന്ന് പറഞ്ഞിട്ട് മഴ പെയ്തില്ല. ഒരു മഴ ഭൂമി തടക്കം പെയ്യും. അങ്ങനെ പെയ്യണം, അതുകൊണ്ടേ കാര്യമുള്ളൂ. എന്തെങ്കിലും എന്നാ ഒഴിച്ചു വെച്ചാൽ എന്നാ കൊണ്ടേലും എടുക്കുമോ? അമ്മ പുറത്തിറങ്ങിയപ്പോഴേ മഴ പെയ്തുണ്ടോ? സാധാരണ രീതിയിൽ കടഞ്ഞു അമ്മേനെ എന്നും പുറത്തിറക്കാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്നും മഴ പെയ്യട്ടെ. പറമ്പിലിറങ്ങി എല്ലാം കരിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞേ ഉള്ളൂ, മഴ പെയ്ത് കഴിഞ്ഞു. കരുനാക്കാണോ? അതെ, അനുഭവസ്ഥർ പറയുന്നുണ്ട്. ആണോ? ഞാൻ കണ്ടിട്ടില്ല. കരുനാക്ക് നാക്ക് നീട്ടി കാണിച്ചോ? പറഞ്ഞിട്ടുണ്ട്. അമ്മേ, കരുനാക്കാണോ നാക്ക് നീട്ടി കാണിച്ചത്? നോക്കട്ടെ. കരിനാക്കിനകത്തൊന്നുമില്ല, ചിലർ പറഞ്ഞ അതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അനുഭവസ്ഥർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? എനിക്കറിയത്തില്ല. അമ്മ എല്ലാം സ്റ്റഡി ചെയ്തിട്ട് പറയുന്ന അവരുടെ പ്ലാവേര് ചക്ക എണ്ണി ഞാൻ പിറ്റേ ദിവസം ചക്ക എല്ലാം പറിച്ചോണ്ട് പോയില്ലേ. ഒന്ന് ചക്ക കച്ചവടക്കാർ വന്നതെല്ലാം കൊണ്ടുപോയി. അവർക്ക് പൈസ കൊടുത്തില്ല. അവർക്ക് പൈസ കൊടുത്തില്ല, പൈസ കിട്ടി. ഓരോന്നോരോന്ന് പറിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കും പൈസ ഇല്ല, തിന്നാൻ നിൽക്കാൻ പറ്റില്ല. എന്നാ മൂക്കപ്പൊക്കെ അടിക്കുന്നേ? ആരാണ്ടും പറയുന്നതാണോ? അത് ശരി, ആരാണ്ട് പറയുന്നുണ്ട്. അത് ശരി, അമ്മയെ കുറിച്ച് ആരാണ്ട് പറയുന്ന. അമ്മ സ്വർഗത്തിലിരുന്ന് പറയുന്നതായിരിക്കും. എന്റെ മകൾ എന്നാടുക്കുവാണ്, എന്റെ മകളൊക്കെ സുഖമാണോ എന്നൊക്കെ അടുത്തിരിക്കുന്നവരോട് പറയുന്നതാ. ശരിയാ,
അമ്മ എപ്പോഴും അമ്മേനെ അന്വേഷിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. അമ്മ അപ്പം അത് കേൾക്കാമല്ലോ എന്ന് എവിടെയും. അപ്പം അമ്മ ചോദിക്കുന്നതായിരിക്കും, പറയുന്നതായിരിക്കും. എൻ്റെ മകളിപ്പോൾ അവിടെ ചക്ക ഒരുക്കുക, ഞാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ കൂടി ഇരുന്ന് ചക്ക ഒരുക്കിയേനെന്ന് അല്ലേ? ആണോ എലിക്കുട്ടി? അങ്ങനെയാണോ? എന്താ നമ്മള് പറഞ്ഞൊന്നും ആൾക്ക് മനസ്സിലായില്ല. അമ്മയുടെ അമ്മേ സ്വർഗത്തിലിരുന്ന് പറയുന്നതാണോന്ന്. അപ്പൊ എനിക്കറിയാൻ മേലൊക്കെ ഈശോയ്ക്ക് അമ്മേനെ പറഞ്ഞ മൂക്ക് കടിച്ച് ആരാണ്ട് പറയുന്നുണ്ടോ? ഞാൻ നല്ലല്ലോ അതൊക്കെ ഈശോ എല്ലാവരെയും ആക്കിയിരിക്കും. മറ്റുള്ളവരോട് നോക്കി എന്നാ പറ്റും? മറ്റുള്ളവർ നോക്കിയാൽ ഒന്നും പറ്റിയല്ല. ഓരോ വഴി കാഴ്ച പോലെ ഈശോ കാണിച്ചത് അത് മാത്രമേ ഉള്ളൂ. അത് നന്നാക്കിക്കൊണ്ട് പോകാൻ മറ്റുള്ളവർ നോക്കാം. അന്ന വഴിക്ക് വഴി തെറ്റുമ്പോൾ എന്തായാലും രണ്ടാമത് പെയ്ത മഴ വലിയ കുഴപ്പമില്ലാതെ പെയ്യുന്നുണ്ട്. വഴിയൊക്കെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ ഒഴുകാനായിട്ട് ചെറുതായിട്ട് ചാല് തൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിണറ്റിലേക്ക് എന്തായാലും കുറച്ച് വെള്ളം ചെല്ലും. കൃഷികൾക്കെല്ലാം വെള്ളമാകും. നന്നായിട്ട് മഴ പെയ്തിലുള്ള വാഴയിൽ ഒടിഞ്ഞു പോകും. അതാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം. നമ്മുടെ ജാക്കു പോയി തണുപ്പൊക്കെ ആയതുകൊണ്ട് പോയി മര്യാദയ്ക്ക് പോയി കിടക്കുവാണ് അവൻ. ഇല്ലടാ ജാക്കുവേ, തണുപ്പായല്ലേ? അപ്പം വെള്ളമൊക്കെ ഇവിടെ നിന്ന് ഷെയ്ഡിൽ നിന്നൊക്കെ ഇറ്റിട്ട് വീഴുന്നുണ്ട്. ഏതൊക്കെയാലും അങ്ങനെ ഞങ്ങൾക്കും മഴ കിട്ടി. അത് ശരിയാ. ഈ പ്ലാവ് നേരത്തെ എങ്ങനെയായിരുന്നു? ഡ്രൈ ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ കളറുണ്ടല്ലോ, സ്വർണ്ണ കളറായിരുന്നു ആദ്യം. അന്ന് തന്നെ സ്വർണ്ണ കളറായിരുന്നു. അറിയാം അതിൻ്റെ കളറെല്ലാം പോയപ്പോൾ ഇപ്പം മഞ്ഞ കളറ്. മറ്റേ പഴുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഗോൾഡൻ കളറായിരുന്നു. ചുള കുറവായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ കേട് വന്നു പോയില്ല. അതായിരിക്കും ചിലപ്പോൾ കേട് വന്നാൽ കമ്പ കൊടിഞ്ഞു പോയില്ലേ. ഇത് വരികയല്ലേ? എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന കൂഴപ്ലാവ്. ആ ഇപ്പുറം നിൽക്കുന്നതാണ് കൂഴപ്ലാവ്. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതാണ് കൂഴ. അതിനെ കമ്പൊടിഞ്ഞു പോയതല്ലേ. ഇത് നമ്മുടെ പുറകെ നിൽക്കുന്ന പ്ലാവും കേടാ. പുതിയതെല്ലാം വെച്ച് പിടിപ്പിച്ചു എന്നാലും ചക്ക തിന്നാൻ പറ്റുള്ളൂ. ആർക്കാ ചക്ക വേണ്ടതല്ല ഇപ്പം. ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ചക്ക വേണ്ടല്ലോ. വേണ്ട, ഇവിടെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ചക്ക തിന്നിയല്ല. എനിക്കും കപ്പയാണോ ഇഷ്ടം. ചക്കയ്ക്ക് വിഷമൊന്നുമില്ലല്ലോ. ഒരു തരി പോലും വിഷമില്ലല്ലോ. അല്ലേ, നാച്ചുറൽ അല്ലേ? ആ ചക്കയില്ലാത്തപ്പോൾ ചക്കയൊക്കെ ഉണങ്ങിയൊക്കെ പൊടി വരുന്നുണ്ട്. അച്ഛനമ്മേ അവതച്ചാച്ചനാണോ? അവതച്ചാച്ചൻ വന്നില്ലല്ലോ. അവചാച്ചൻ്റെ അടുത്തല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയേ? അവചാച്ചൻ പള്ളിയിൽ പോയിരിക്കുമല്ലേ? അവചാച്ചൻ പള്ളിയിലാ. അവിടെയാ താമസിക്കുന്നത് ഇപ്പൊ. മൊത്തം പള്ളിയിലാക്കിയേക്കുവാ. പള്ളി ഏൽപ്പിച്ചിരിക്കുക, ഈശോയുടെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുക അവചാച്ചനെ. ഈശോയുടെ അടുത്തോട്ട് പോയി. പിന്നെ വന്നിട്ടങ്ങ് പോയതല്ലേ ഉള്ളൂ. പനി പിടിച്ച് വന്നോണ്ട് ഈ തവണ ഒരു സുഖമില്ലായിരുന്നു. അവിടെ ഇടിയാ. അങ്ങനെ ഇടിയാ? അല്ല ഊരിയിടുന്നല്ലോ. അവള് പഠിക്കാൻ പോയിരിക്കുമല്ലേ കോളേജില്. ഞാൻ ഇത്തവണ ഇടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം പടക്കം പൊട്ടിയതായിരിക്കും. മൊത്തം എല്ലാം അടിച്ചു പൊടിച്ച് കളിയായിരിക്കും. അമ്മയുടെ കൈ പിടിച്ച് നടത്തിക്കാൻ ജോമോനോട്. എന്നെ ഞാൻ ക്യാമറ കണ്ട് നടക്കുമ്പം ഇവരാരും ക്യാമറ പിടിക്കില്ല. പിന്നെ എങ്ങനെയാ ഇവരാരും ക്യാമറ പിടിക്കില്ല? പിന്നെ എങ്ങനെയാ ഞാൻ പിടിച്ച് നടക്കുന്നത്? തന്നെ കുഴപ്പം. പയ്യെ നടത്താൻ പതിയെന്ന് എല്ലായിടത്തും തട്ടി വീണ എന്ത് ചെയ്യും? എല്ലാത്തിനും ഉത്തരം അമ്മയുടെ കയ്യിൽ. തട്ടി വീഴുന്നതിന് പോയല്ലോ. ആ തട്ടി വീഴാത്തടത്ത് കൂടെ പോകണം. ഞങ്ങക്ക് പേടിയല്ല. ഞങ്ങളുടെ കൂടെ വന്നേച്ച് വല്ലയിടത്തും തട്ടി വീണ എന്ത് ചെയ്യും? മേലാത്തതല്ലേ, പ്രായമൊക്കെ ആയില്ലേ. അപ്പം കയ്യിലങ്ങ് അറിയാതെ പിടിച്ചു പോകും. പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴേ പ്രായ അമ്മച്ചിമാർ തന്നെ നിൽക്കും. അവർക്ക് അതിലൊന്നും ഇറങ്ങാനൊന്നും പറ്റിയല്ല. മക്കളാരും അടുത്ത് കാണിയല്ല. ചിലപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഒരമ്മച്ചി. ഇങ്ങോട്ട് വന്നേ മാളേന്ന് പറഞ്ഞ്. ഞാൻ ചെന്നെൻ്റെ കയ്യിലൊന്ന് പിടിക്കാൻ പറയും. എന്നെ അവിടെ ഒന്ന് ഇറക്കി വിടാവോ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ പിടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. മരുമക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവരവരുടെ കാര്യം നോക്കി പോകും. ആരാ വരാനിരിക്കുന്നത്? ആരാ വരാനുള്ളേ? അമ്മയ്ക്ക് വല്ലവരും ഉണ്ടോ വരാൻ? മക്കളുടെ മക്കളൊക്കെ ആരാ ഇവിടെ ഉള്ളത്? മക്കളുടെ മക്കളെല്ലാം ചെറുമക്കളെല്ലാം ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള മുതിർന്നവരും ഇവിടെ ഇല്ല. 4 മക്കൾ ഇവിടെ ഇല്ല. 4 മക്കളില്ല. ബാക്കി 4 മക്കൾ ഇവിടെ ഉണ്ട്. അല്ല 3 മക്കൾ. ഒരാൾ വിനായും ഇല്ലല്ലോ. വിനായില്ല. 3 മക്കൾ ഇവിടെ ഉണ്ട്. 5 മക്കളില്ല. ആണോ?
തടി പോലെ ഇരിക്കും. തടി പോലെ ആണോ? ചെറുതായിട്ട് വേറി കീറി എണ്ണയ്ക്കകത്ത് ഉപ്പും തിരുമയും. ഉപ്പും തിരിഞ്ഞ്. അമ്മ എങ്ങനെ ഒന്നും മറക്കൊന്നുമില്ലായിരുന്നു. അമ്മ അങ്ങനെ ഒത്ത പണിയൊന്നും പോയല്ല. അമ്മ ഒരു കഞ്ഞി വെക്കും, ഒരു തോരൻ കറിയും വെക്കും, ഒരു പുളിങ്കറിയും വെക്കും. അതാണ് ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ അമ്മ ചെയ്യുന്ന പണി. വേറെ പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കിയല്ല. 3 നേരവും കഞ്ഞി. പലഹാരമൊന്നും അധികം ഉണ്ടാക്കി. പിന്നെ കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും അങ്ങനത്തെ പുഴുക്കുകളും ഉണ്ടാക്കും. വേറെ പരിപാടി കുറവായിരുന്നു. പിന്നെ എന്താ പറയുക, അമ്മയ്ക്ക് അതുപോലെ പണിയായിരുന്നു. എല്ലാ പണിയും അമ്മാനെ ചെയ്യണ്ടായിരുന്നു. പശു, ആട്, കോഴി. ചാച്ചൻ കൂടിയല്ലായിരുന്നു ആ പശുവിനെയൊക്കെ നോക്കാനൊക്കെ. കറക്കുമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനല്ല ഇവിടെ വന്ന് കറവയൊക്കെ തുടങ്ങിയത്. അല്ല, നേരത്തെ ചേട്ടായി ഇറന്നോണ്ടിരുന്നത്. ചാച്ചനും ചേട്ടായി കറവ പരിപാടിയൊന്നും അമ്മയ്ക്കില്ലായിരുന്നു. പുല്ലുകറിയും അതൊക്കെ പരിപാടി. ചാച്ചനുള്ളപ്പോൾ ചാച്ചനെല്ലാം ചെയ്തോളിയല്ലായിരുന്നു. അച്ഛൻ എല്ലാം ഒന്നും ചെയ്യല. അച്ഛൻ പറയുമ്പോൾ കണ്ടെത്തി പോകുമ്പോൾ കറക്കാൻ പരിപാടിയേ ചെയ്യേണ്ടിരുന്നുള്ളൂ. കഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ടമ്മേ. ഇല്ല, വരിക്കുക. ആണോ? ആ, നമ്മൾ കെട്ടി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കയറെ കെട്ടി ഇറക്കി അമ്മ കണ്ടതല്ലേ? അമ്മ ഇവിടെ വന്നപ്പോഴേ കെട്ടി ഇറക്കി. ശരിക്കും കാണാൻ പറ്റും. അതിന് മഴ പെയ്തില്ലേ, നേരത്തെ പോണ്ടായിരുന്നു. ചക്ക പറിക്കാനൊക്കെ ചെന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മഴ പെയ്തു. എത്ര നേരം പോലെ അമ്മയുടെ മകനെ ഞാൻ വിളിക്കണമെന്നറിയാം. പറഞ്ഞ അനുസരണയില്ല. അതാ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത്. അനുസരണ എനിക്ക് എങ്ങനെയാ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ല പിള്ളേരോട് എനിക്ക് ഇഷ്ടമില്ല. പറിക്കാൻ പോണത് എവിടെയാ? നമ്മുടെ പറമ്പിലല്ലേ? ആ, ആരാണ്ട് അമ്മയെ കുറിച്ച് പറയുന്നുണ്ടോ? ഭയങ്കരമായിട്ട് മൂക്കടിയാ. ആരാണ്ട് പറയുന്നുണ്ട്. പറയാം. ഏതോ മക്കളിരുന്ന് പറയുന്നുണ്ട് അമ്മയെ കുറിച്ച്. നല്ല ചക്കക്കൂടി നല്ലപോലെ വേവും. അമ്മ ഈ ചക്കക്കുരുമാങ്ങ ഒന്നും കൂട്ടിയാലല്ലോ. അമ്മയ്ക്ക് ഗ്യാസാന്ന് പറയും. അമ്മയ്ക്ക് ചക്കക്കുരുമാങ്ങ ഇഷ്ടമില്ല. ഞാൻ പാകത്തിന് കുറച്ച് ഇച്ചിരി ഒക്കെ കൂട്ടും. പുളിച്ചക്ക് നല്ലതാണ്. കുളിക്കാൻ വെച്ചിട്ടുണ്ട്. തിന്നാൻ നല്ലതാണ്. നമ്മളെ പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ടെന്നേ. പുളിച്ചെങ്കിൽ നമ്മൾ കയറെ കെട്ടി ഇറക്കിയത് അമ്മ കണ്ടാലേ. ആരാ അമ്മയെക്കുറിച്ച് പറയണേ? അമ്മയുടെ മൂക്ക് കണ്ടവനും കടിക്കുന്നുണ്ടല്ലോ. ഏത് മക്കളാ അമ്മയെക്കുറിച്ച് പറയണേ കേട്ടോ അമ്മേ? അന്ധവിശ്വാസമല്ലേ അമ്മ? ഏതാ മക്കൾ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്? അമ്മ പറയണല്ലേ ഇതൊക്കെ, നമ്മൾ പറയുന്നതല്ലല്ലോ. പണ്ട് പണ്ടത്തെ മനുഷ്യങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അമ്മ മാത്രമല്ല, ആരണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ടുള്ള മൂക്ക് കടിച്ച വീട്ടിൽ പറയുന്നതാണ്, ആരോ പറയുന്നതാണ് അമ്മയുടെ കാര്യം. കൂടെ ആരുണ്ടെങ്കിൽ ഇപ്പം വളവളാന്ന് വളവളാന്ന് പഴുത്താലല്ലേ വളവളാന്നാവുള്ളൂ. തിന്നാനും കൊള്ളില്ല. നമ്മുടെ വാളിപ്ലാവ് ഓർക്കുന്നുണ്ടോ? എന്നൊക്കെ പ്ലാവാണ് എനിക്കറിയില്ല. ഇവിടെ പ്ലാവുണ്ട്. വെട്ടി മുറിക്കാനും ഒക്കെ വലിയ വാളിപ്ലാവ് പഴുത്ത് അതിന് ചക്കരത്തുളയായിരുന്നു, ഇല്ല നീളായിരുന്നു. പ്ലാവെന്ന് പറഞ്ഞാൽ അതൊക്കെ മരം എപ്പോഴും കുമ്പളുണ്ടാക്കാൻ എടുത്തോണ്ടിരുന്നത്. പൂച്ച പിടിക്കുന്നത് ചക്കയൊക്കെയോ? കുമ്പളപ്പത്തിന്. ആ, കുമ്പളത്ത്. അതെ, പൂച്ച പിടിക്കണ്ടായിരുന്നു. ആ, അവര് പറഞ്ഞല്ലേ മുകളിൽ പൂച്ച എന്ന് പറഞ്ഞതായിരിക്കും. അത് ആരണ്ട് നമ്മുടെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചക്കക്കുരു നല്ലപോലെ വേഗം വരുവാട്ടോ. ആണോ? പക്ഷെ ഇവിടെ ആരും തിന്നത്തില്ല. ഞാൻ ആ ചീര ചക്കക്കുരു കൂടെ കറി വെച്ചിട്ട് ഞാൻ തന്നെ വെച്ചിട്ട് തിന്നു. ഇവിടെ ആർക്കും വേണ്ട. ആ, ഞാൻ ഇവിടെ ദൂരെ കളയുകയത്. അങ്ങനത്തെ വീടായത്. അമ്മ അതിന് ഫസ്റ്റ് ഇഷ്ടമില്ല. ഇവിടെ ആർക്കും ചക്കക്കുരു ഒന്നും ഇറങ്ങിയത്. ചിലർക്ക് ചക്കക്കുരു ഇഷ്ടമില്ല. വെറുതെ ചീരയിലും കളഞ്ഞു. വയറിന് കേടാണ്. വയറ്റിന് സുഖമില്ലാത്തവരുണ്ട്. ചക്കക്കുരിയല്ല, ചക്കക്കുരും പച്ചച്ചക്കയൊന്നും തിന്നിട്ടാണ്. എന്നാലേ കെട്ടിയോ? ആ, കച്ചി കൊടുത്തായിരുന്നോ? എന്നാലും മഴയ്ക്ക് മുമ്പ്, മഴയുടെ സമയത്ത് കിട്ടിയില്ലേ? മഴയ്ക്ക് മുമ്പ് കിട്ടിയില്ലേ? നമുക്ക് ഈ വർഷം ഇങ്ങനെ ചക്ക നമ്മൾ നേരത്തെ തിന്നത്. നമ്മുടെ പ്ലാവേലുണ്ടായ ചക്ക ഇത്രയും നേരത്തെ നമ്മൾ ചക്ക തിന്നിട്ടില്ലാത്ത. പൊതുവെ എല്ലായിടത്തും ആവുന്ന സമയത്ത് ഞമ്മൾക്കും ചക്കയായിട്ടുണ്ടായിരുന്നു. ഈ വർഷം എന്താണോ നേരത്തെ നമ്മൾ ചക്ക തിന്നു. ആരായിരിക്കും മൂക്ക് കടിച്ച് ആരായിരിക്കും പറയണേ? ആരാ അമ്മയെ കുറിച്ച് പറയണേ? അമ്മയുടെ അമ്മയായിരിക്കും, നേരെ ചേച്ചിമാരായിരിക്കും. അമ്മയുടെ മക്കളാരാണ്ട് പറയണ? വീട്ടിലുള്ളവരാ, പിള്ളേരും അമ്മയും. നമ്മുടെ മഴ 3ാം ഘട്ടം പെയ്യുകയാണ്. എന്തോ കുട്ടി, അമ്മയുടെ മകളാണോ ഞാൻ? 3ാം ഘട്ടം മഴ പെയ്തു. ആണോ? ഏത് മകളെ? അമ്മയുടെ മകളാണ്. അമ്മയ്ക്കൊരു മകളില്ലേ? ആ മകളാണോ ഞാൻ? അവളെ പോലെ ആയിരിക്കും. അവളെ പോലെ ആയിരിക്കും അല്ലേ? അമ്മയുടെ മകളുടെ പേരെന്നാ? പേര് വിവീന. വിവീന കൊച്ചുമകളാ.
വിവീന കൊച്ചുമകള്, അമ്മയുടെ മകന്റെ മകള് കേട്ടാ. ഇനി അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ മകള് എൽസി. എൽസിനെ മറന്നു പോയോ? എലിസിനെയൊക്കെ മറക്കും. ഒരു മകളല്ലേ ഉള്ളൂ, അപ്പം മറക്കാൻ പറ്റുമല്ലേ? കുറെ നാളായി കണ്ടിട്ട്, അതാണ് പെട്ടെന്ന് പിടികിട്ടാത്തേന്ന് തോന്നുന്നു. വരാറായിട്ടുണ്ട്, അടുത്ത മാസം വരും. അടുത്ത മാസമല്ല, അതിന്റെ പിന്നത്തെ മാസം അല്ലേ, മെയില് വരും. നേഴ്സറിയിൽ പോയിരിക്കും. ആര്? എൽസിയാ? ഇല്ല. ആ വിവീന. ആ ഏതാ എന്നവേ ഒരു അവിടെ ഇതാ മഴയാ. അത് പണ്ട് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഉണ്ടായല്ലേ? ഇതാണോ കണ്ണറിയാൻ മേലാത്തത്? ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഇവിടെ പൊട്ടിയതല്ലേ? അതൊക്കെ അതിങ്ങനെ തടിച്ച് കിടക്കണല്ലേ? എത്ര നാളായല്ലോ. ഇതൊക്കെ എല്ലാവരോടും ഒന്ന് പറയണം. ഇവിടെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ പൊട്ടിയതല്ലേ? തല പൊട്ടിയത് അത് മുഴച്ച് കിടക്കണതാണ്. കിടക്കാൻ പോവാം. നമ്മ പോയി കിടന്നോ, മതി, നിർത്തിക്കോ. അമ്മയുടെ ജോലി തീർന്നു. ഞാൻ ചായ ഉണ്ടാക്കട്ടെ. ചായ കുടിച്ചിട്ട് തന്നെ ഉഷാറാവുള്ളൂ. അയാൾക്കാ നമുക്കെല്ലാവർക്കും. അമ്മയ്ക്ക് വേണ്ട ചായ? അമ്മയുടെ ചായയുടെ ആളാ അമ്മ. ഞാനും അമ്മ ഇവിടുത്തെ ചായയുടെ ആള്. എനിക്കങ്ങനെ നിർബന്ധം. അയ്യോ, നിർബന്ധമുണ്ടേ, ചായക്ക് നിർബന്ധമുണ്ടേ. കത്തിയോടെ വെച്ചേര്. കത്തി കൊണ്ടോണ്ടേ? ഇങ്ങ് കൊണ്ടുവരാം. കത്തിയോടെ വെച്ചേര്. കത്തി വെച്ചേ. എണ്ണ എടുത്തോണ്ട് കിടന്നോ, ചായ ഉണ്ടാക്കിട്ട് വിളിക്കാം കേട്ടാ. ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാ. വേണം. അയ്യോ എനിക്ക് വേണ്ട. പിന്നെ ഇനി ചായ കുടിച്ചാലേ നമുക്ക് കാണാം കേട്ടാ. ഞാൻ ചായ കുടിച്ച് കഴിയുമ്പോൾ വിളിക്കുവേ. ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ വിളിക്കും. അപ്പൊ ചായ കുടിക്കാൻ വന്നാൽ ഞാൻ പറയാം. ഇതൊക്കെ നമ്പരല്ലേ? ചായ കുടിച്ച ഉറക്കം വരികയല്ലേ? കേട്ടിട്ടുള്ള നമ്പറുകളാ. ചായ കുടിച്ച ഉറക്കം വരികയല്ലേ? ചായ കുടിച്ച ഉറക്കം വരികയില്ല. ചായ കുടിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരാത്തു. അതിലൊന്നും തുറന്നിടണ്ട. അതിനാ ചായ പകരം കൂടാങ്കിലും തുറന്നിട്ടാ തുറന്നിട്ട് ആ ജീവികളൊക്കെ വരും. അത് കുഴപ്പമാണ്. ആ അപ്പോൾ 3 ട്രിപ്പായിട്ടാണ് മഴ പെയ്യുന്നത്. 3ാമത്തെ ട്രിപ്പ് മഴ സൂപ്പർ മഴയാണ്. നന്നായിട്ട് വെള്ളം കൂട്ടി പെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു മഴ ലഭിച്ചു. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.